നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള സാധനമാണ് എന്താ പറയുക ജിഞ്ചർ ഗാർലിക്. അപ്പോൾ നമ്മൾ ഇന്നത് പേസ്റ്റ് ആക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അതേ കുറച്ച് അധികം വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നാടൻ ഇഞ്ചിയാണ്, നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടതാണ്. പിന്നെ ഞാൻ എന്താ ഒരു കഷ്ണം ഞാനിവിടെ നിന്ന് നമ്മുടെ അസ്തയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവും. അതായത് ഇപ്പോൾ നമ്മളൊരു 100 ഗ്രാം ഇഞ്ചി എടുക്കുകയാണെങ്കിൽ 150 ഗ്രാം വെളുത്തുള്ളി, അതായത് ഒരു പിടി വെളുത്തുള്ളി കൂടുതൽ. അപ്പോൾ ഇത് ഞാനൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. നമ്മളൊന്ന് ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിൽ കിടന്ന് എല്ലാം അരഞ്ഞെന്ന് വരത്തില്ല. അതുപോലെ തന്നെ ചിലത് മാത്രം അരഞ്ഞു പോകും. അപ്പം ഞാൻ ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിയുന്നുണ്ട്. കാരണം ക്രഷ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിടുന്നതാണ് ഇച്ചിരി കൂടെ എളുപ്പം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാടൻ ഇഞ്ചി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് മറ്റേ സാധാരണ കടകളിൽ മേടിക്കുന്ന ഇഞ്ചിയും നമുക്ക് ഉപയോഗിക്കാം. ഞാൻ രണ്ടും ഉപയോഗിച്ചും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 വർഷമായിട്ട് ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഞാനങ്ങ് ചേർക്കുവാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഒരു മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് അരഞ്ഞ് കിട്ടാനുള്ള പാകത്തിന് മാത്രം ഓയിൽ ചേർക്കണം. പിന്നെന്താ പറയുക, നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൂടെ കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ അതും അരയ്ക്കണമെന്നില്ല, ജസ്റ്റ് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഒരുപാട് പേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൾസ് ചെയ്യുന്നില്ലേ ലെഫ്റ്റിലോട്ട് മിക്സിയുടെ ജാറിൽ, അങ്ങനെയുണ്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ അരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്പീഡിലും സെക്കൻഡ് സ്പീഡിലൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഇത് മൊത്തത്തിൽ ഇങ്ങനെ അരഞ്ഞു പോകും. അപ്പോൾ പേസ്റ്റായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രഷ് ചെയ്ത് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് നല്ലൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റണം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ന്യൂട്ടെല്ലയുടെ ഒരു എന്താ പറയുക കാലിട്ടിനാണ്. ഞാൻ അതിലോട്ട് ഇതൊന്ന് പകർത്തി വെക്കാം. ഞാൻ ഒരു ഗ്ലാസ് ജാറിലോട്ട് ഞാനിത് മൊത്തം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ കൺസിസ്റ്റൻസി നല്ല അരഞ്ഞ് കെട്ടിയിട്ടുണ്ട്. എന്നാൽ ഒത്തിരി പേസ്റ്റും ആയിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്കൊരു 3-4 മാസത്തോളം ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്